ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് ശേഷം ഇന്നലെ പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് അന്വേഷണ സംഘം പോയി. ആ വീട്ടിൽ നിന്ന് കുറേ റെക്കോർഡുകളും ലാപ്ടോപ്പിലെ ചില വിവരങ്ങളും അതോടൊപ്പം തന്നെ കുറേ സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തു എന്നാണ് വരുന്ന വാർത്തകൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യയും അമ്മയൊക്കെ പറഞ്ഞു, അത് ഞങ്ങൾ നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആഭരണങ്ങളാണ്, അത് ഞങ്ങളുടെ ആഭരണങ്ങളാണ്, അത് ശബരിമലയിൽ നിന്ന് മൂട്ടിച്ചതിൻ്റെ കൂട്ടത്തിൽ വരുന്ന കാര്യങ്ങളല്ല എന്നുള്ള രീതിയിൽ അവർ പ്രതികരിച്ചു. ഏതായാലും പോലീസ് അത് കൊണ്ടുപോയി മഗസർ എഴുതിയിട്ടുണ്ടാവണം. കാരണം അവിടുത്തെ വില്ലേജ് ഓഫീസറെയും അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് അവിടെ സെർച്ച് ചെയ്തത്. അതിനുശേഷമാണ് ഇത് റിക്കവർ ചെയ്തിരിക്കുന്നത്. ഏതായാലും അവരുടെ പഴക്കമുള്ള തിരിച്ച് അവർ നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണ്ണാഭരണമാണെങ്കിൽ അത് പണിത ആൾക്കാരുണ്ടാവും, അതിനെ തട്ടാനുണ്ടാവും. അത് അവർ തെളിയിച്ചാൽ അവർക്ക് കോടതിയിൽ നിന്ന് ലഭിക്കുമെന്നാണ്. പക്ഷേ ഇയാളുടെ ഭാര്യയും അമ്മയും അവിടെ അത് വിളിച്ചു പറയുകയും ചെയ്തു. പത്രക്കാരതെല്ലാം കേട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിൽ ആ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണം കൊണ്ട് വെക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ആ പൊന്ന് 24 കാരറ്റുള്ള അതിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കി വീട്ടിൽ കൊടുത്താണെങ്കിൽ അത് എടുക്കും പോലീസ്, സംശയമൊന്നുമില്ല. അതേസമയത്ത് പ്രാഥമികമായിട്ട് അങ്ങനെ ഒരു തെളിവ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എങ്കിലും ഈ കേസിൻ്റെ SITയുടെ അന്വേഷണം നടത്തുന്ന പ്രമുഖനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശശിധരൻ IPS ആണ്. ഞാൻ അദ്ദേഹത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പോലീസ് അക്കാഡമിയിൽ. കേരളത്തിൽ ഇന്ന് അവൈലബിളായ ഏറ്റവും വെറ്ററൻ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ കേസിൻ്റെ അന്വേഷണം നടത്തുന്നതും പ്രതികളെ ചോദ്യം ചെയ്യുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. മറ്റു ചില SP മാരും കൂടെയുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ കേസിനകത്തുള്ള അന്വേഷണം ഇദ്ദേഹമാണ് നടത്തുന്നത്. അദ്ദേഹത്തിനെ മാറ്റാനായിട്ട് ഒരു ശ്രമമുണ്ടായി. അത് ഗവൺമെൻറ് ഉത്തരവ് വന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ ആവശ്യപ്രകാരമായിരിക്കണം. കാരണം സത്യസന്ധത വിട്ട് ശശി ഒന്നും ചെയ്യില്ല. അതാണ് ആ ഉദ്യോഗസ്ഥൻ്റെ ഒരു ക്വാളിറ്റി ശശിധരൻ്റെ. ED കൈക്കൂലി വാങ്ങിച്ചതിന് ഇന്ത്യയിൽ ആരും അങ്ങനെ അത് കയറി പിടിക്കാൻ തയ്യാറാകത്തില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. പക്ഷേ ഞാനൊന്ന് കേസ് പിടിച്ചിട്ടുണ്ട് എൻ്റെ സർവീസ് കാലഘട്ടത്തിൽ. EDയുടെ ബാംഗ്ലൂരിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ എങ്ങും എത്തിയില്ല. ഞാൻ റിട്ടയർ ചെയ്ത് പോയി. അത് ശശിധരൻ അറിയാം. ഞാനത് ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ശശിധരൻ എന്തായാലും EDയെ പിടിക്കുന്നതിന് മടി കാണിച്ചില്ല, ധൈര്യം കാണിച്ചു. EDയുടെ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പലരും പ്രതിയാക്കാനുള്ള ശ്രമവും നടന്നു. പക്ഷേ ശശിധരൻ അചഞ്ചലനായിട്ട് നിന്ന് നല്ല കറേജിയസ് ആയ ആളാണ്. സത്യവും നീതിയും വിട്ട് പോകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ കേസ് ഹൈക്കോടതി നിർദ്ദേശിച്ച് അങ്ങനെ ഒരു പോലീസ് ഓഫീസർ ഉണ്ട് എന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ശശിധരനെ ഇതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനായി SITയുടെ പ്രമുഖ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് കൊണ്ടുവന്നത്. ഏതായാലും അതുകൊണ്ട് ആ സ്ത്രീകൾ പറഞ്ഞ ഡിഫൻസ് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ ഇയാൾ സ്വർണ്ണാഭരണം വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചോദ്യം ചെയ്യുന്ന ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് റിക്കവർ ചെയ്തത് ശശിധരൻ്റെ നേതൃത്വത്തിൽ. അതേ സമയത്ത് അത് പഴയ ആഭരണമാണ്, അവർ നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശബരിമലയിലെ മോഷണത്തിന് മുമ്പ് അത് ആണ് എങ്കിൽ അത് അവർക്ക് തെളിയിച്ച് അവർക്ക് അത് വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പം ഈ ആദ്യത്തെ FIRലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് എടുത്ത സ്വർണ്ണാഭരണങ്ങളെല്ലാം കൽപേഷ് എന്ന ഒരാളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതൊരു സാങ്കല്പിക കഥാപാത്രമാണ് എന്നൊക്കെ പറച്ചിലുണ്ടെങ്കിലും ഒരാളുണ്ടാവും, അയാളുടെ പേര് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം. ഏതായാലും അങ്ങനെ ഒരാളെ അവിടെ വെച്ച് ശബരിമല വെച്ച് ഏൽപ്പിക്കുന്നത് കണ്ടവരുണ്ട്, അങ്ങനെ അവർ കൊണ്ടുപോകുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു കഥാപാത്രമുണ്ട്. അത് സാങ്കല്പികമാകാൻ സാധ്യതയില്ല, പേര് വ്യത്യാസത്തിലായിരിക്കാം എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ ഇനി അടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അറസ്റ്റ് നടന്നേ പറ്റുള്ളൂ. അത് നമുക്കറിയാം. ഉണ്ണികൃഷ്ണൻ ആണ് 2 FIRൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി. 2 FIRൽ 2-ാം പ്രതി കൽപേഷാണ്, സ്വർണം കൊണ്ട അയാൾ 2 കേസിലും. ഇനി മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അയാളറിയാതെ അവിടുന്ന് ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റില്ല. മുരാരി ബാബുവാണ് കള്ളമായിട്ടൊരു മഗസർ തയ്യാറാക്കി അവിടെയെങ്കിലും ഇല്ലാത്ത 2 പേരുടെ പേര് എഴുതി ചേർത്തു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയമുള്ള 2 പേര്. അതൊക്കെ വളരെ വൈദഗ്ധ്യത്തിൽ വളരെ ബുദ്ധിപൂർവം ചെയ്യുന്ന കാര്യമാണ്. ഇനി മുരാരി ബാബുവിനെ
അറസ്റ്റ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. മുൻ ജനറൽ സെക്രട്ടറി ജയശ്രീ ഉണ്ട്, പക്ഷേ അവരെ ഓഫീസിൽ തന്നെയുണ്ട്. അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ധൃതി SIT കാണിക്കുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണ്. 2019 ദേവസ്വം ബോർഡ് മെമ്പേഴ്സിലേക്ക് കാര്യങ്ങൾ നീങ്ങും. 9 പേരോളം അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലുള്ളവരുണ്ട്. ദേവസ്വം ബോർഡ് സ്റ്റാഫുണ്ട്. 7 പേര് സ്റ്റാഫുണ്ട്. 2 പേര് ഉണ്ണികൃഷ്ണൻ പോയിട്ട് സ്റ്റാഫല്ല, കൽപേഷ് സ്റ്റാഫല്ല. ബോട്ട് 7 പേരുണ്ട്. ആ 7 പേരിൽ വരുന്ന ആളാണ് മുരാരി ബാബു. അതുകൊണ്ട് അടുത്ത അറസ്റ്റ് അയലേക്ക് ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അവിടെ തന്നെ ജയശ്രീ അല്ലാതെ തിരുവാഭരണ കമ്മീഷണർ KS ബൈജു ഉണ്ട്. അതുപോലെ RG രാധാകൃഷ്ണനുണ്ട്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറുണ്ട്. അതും അറസ്റ്റിലേക്ക് വരേണ്ട ആളാണ്. അതുപോലെ VS രാജേന്ദ്ര പ്രസാദ് ഉണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാർ. അങ്ങനെ 7 പേര് അറസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് 2019 കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പത്മകുമാറാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണെന്ന് തോന്നുന്നു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് വാസു. അപ്പോൾ ഈ 2 പേരും ഈ കേസിനകത്ത് എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് ശശിധരൻ്റെ മറ്റും നോക്കും, SIT നോക്കും. പക്ഷേ എത്ര നോക്കിയാലും ശരി, വൈക്കേരിയസ് ലൈബിലിറ്റി 2 പേർക്കും ഉണ്ട്. വാസുവിനും ഉണ്ട്, പത്മകുമാറിനുണ്ട്, ആ ദേവസ്വം മന്ത്രിക്കും ഉണ്ട്. 3 പേർക്കും ഉണ്ട് വൈക്കേരിയസ് ലൈബിലിറ്റി. ഇനി 120B ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചനയിൽ ഇവർ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വിറ്റുപിറക്കിക്കൊണ്ടുവന്ന സ്വർണ്ണത്തിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 120Bക്ക് അത് കയറും എന്ന് തന്നെയാണ്, ഗൂഢാലോചന കയറും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇനി വളരെ പ്രാധാന്യമുള്ള ഒരറസ്റ്റാണ് ദേവസ്വം ബോർഡിൻ്റെ അല്ലെങ്കിൽ ജോലിയുള്ള ആളെ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ കരുതുന്നു. അത് ആദ്യത്തെ ഫസ്റ്റ് റാങ്കിൽ മിക്കവാറും മുരാരി ബാബുവിനെ തന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കള്ള മഹസർ എഴുതി ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. സ്വർണം പൂശാനുള്ള ചെമ്പ് എന്ന് മഹസർ എഴുതിയ കള്ളനാണ്. അതുകൊണ്ട് അത് തീർച്ചയായും ഫാബ്രിക്കേഷൻ ഓഫ് റെക്കോർഡാണ്, ഒരു ഫോർജറിയാണ് അത് നടത്തിയത്. അപ്പോൾ അത് തന്നെയല്ല അതിൻ്റെ സ്വർണ്ണാഭരണം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ റോബറിക്കകത്ത് തന്നെ വരാം. അല്ലെന്നുണ്ടെങ്കിൽ 381 അല്ലെങ്കിൽ ഒരു സെർവൻ്റ്, ദേവസ്വം ബോർഡിൻ്റെ സെർവൻ്റ് അവിടുത്തെ ഒരു സാധനം മോഷ്ടിച്ചാൽ 381 പഴയത് വരും. എന്തായാലും അടുത്ത അറസ്റ്റിലേക്ക് SIT നീങ്ങും. കാരണം ഇനി വെച്ച് താമസിക്കാൻ കഴിയില്ല. ആ 7 പേരെ അടുത്ത 34 അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി ഒരു FIRൻ്റെ കാര്യങ്ങളെങ്കിലും ഏകദേശമൊക്കെ എത്തി അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയി എന്ന് കോടതിയെ ബോധിപ്പിക്കാനൊക്കെ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമുണ്ട്. ഈ 34 ദിവസത്തിനകത്ത് റിക്കവറി അല്പം സ്വർണ്ണമെങ്കിലും വരണം. വീട്ടിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം അത് ശബരിമലയിലെ പാളിയിൽ നിന്ന് ഉരുക്കിയെടുത്ത സ്വർണ്ണമാണ്. അത് വെച്ചുള്ള ആഭരണമാണെങ്കിൽ തീർച്ചയായിട്ടും ആ റിക്കവറി വളരെ സക്സസ്ഫുള്ളായ ഒരു റിക്കവറി തന്നെ എന്ന് ഞാൻ കരുതും. അതെന്തായാലും അത് വെറുതെ എടുത്തുകൊണ്ട് പോയതല്ല, ഇങ്ങനെയുള്ളൊരു സ്വർണ്ണം. പക്ഷേ ഒരു ഡിഫൻസ് പറഞ്ഞിരിക്കുന്നു, അയാളുടെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഭാര്യയും അമ്മയും ആയിക്കോട്ടെ, അവർക്ക് ന്യായമായി കിട്ടേണ്ട ഒരു സ്വർണ്ണാഭരണമാണെങ്കിൽ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് പോലീസിൻ്റെ അന്വേഷണത്തെ അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം തിരിച്ചു കൊടുക്കാനും സാധ്യതയുണ്ട്. തിരിച്ചു കൊടുക്കുന്നതിനും പ്രൊവിഷനുണ്ട്. റിക്കവറി ചെയ്തിട്ടുണ്ട്. അന്വേഷണം നടത്തി കഴിഞ്ഞപ്പം അത് അവരുടെ പഴയ മുതലാണെങ്കിൽ തിരിച്ചു കൊടുക്കാം, ഒരു ഒബ്ജക്ഷനും ഇല്ല. അത് നല്ല കാര്യം പോലീസ് ചെയ്യും, ഈ ടീം ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അനിവാര്യമായ അറസ്റ്റിലേക്ക് അടുത്ത 2 ദിവസത്തിനകം നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് ഞാൻ കരുതുന്നു.